ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം ചില പ്രത്യേക പരാമർശങ്ങളോടുകൂടിയാണ് ഓരോ അധ്യായങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 4-ാം അധ്യായം സമറിയാക്കാരിയുമായി ബന്ധപ്പെട്ട വിചിന്തനമാണ് നമുക്ക് നൽകുന്നത്. ഈശോയുടെ യാത്രാമധ്യേ അവിടുന്ന് സിക്കാർ എന്ന സമറിയാക്കാരുടെ പട്ടണത്തിൽ എത്തിച്ചേരുന്നു. സുവിശേഷവൽക്കരണ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ കുഞ്ഞാടും തനിക്ക് വിലപ്പെട്ടതാണെന്നും നഷ്ടപ്പെട്ടു പോയതിനെല്ലാം തിരികെ അവൻ്റെ ആലയിലെത്തിക്കലാണ് തൻ്റെ ദൗത്യമെന്നും കൃത്യമായി അറിയാവുന്ന യേശുനാഥൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് മുന്നോട്ട് പോകുമ്പോഴും തൻ്റെ യാത്രയ്ക്കും തൻ്റെ ദൗത്യ നിർവഹണത്തിനും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് സിക്കാറിലെ കിണറ്റിൻകരയിൽ എത്തിച്ചേരുക. അവിടെ പാപ ലോകത്ത് മുഴുകി ജീവിച്ച ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ കടന്നുപോയ തിക്താനുഭവങ്ങളുടെയൊക്കെ ദുരന്തം പേറി ജീവിക്കുന്നത് ഈശോ കാണുകയാണ്. 5 പേരുടെ ഭാര്യയായി 6-മതൊരുവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ജനം അവളെ പരിഹസിക്കുകയും അപമാനിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്തിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നട്ടുച്ച നേരത്ത് അവളുടെ വെള്ളം കോരാനുള്ള വരവ്. അവൾക്കറിയാം ആരും ഉണ്ടാകില്ല ശല്യപ്പെടുത്താൻ, തന്നെ അപമാനിക്കാനും കുറ്റപ്പെടുത്താനും കൂക്ക് വിളിക്കാനും ആരും കാണില്ലാത്ത ഉച്ചനേരത്ത് അവൾ ആ കിണറ്റിൻകരയിലെത്തുമ്പോൾ അവളെ ദൈവരാജ്യത്തിന് വേണ്ടി വീണ്ടെടുക്കുവാൻ യേശുനാഥനും അവിടെയുണ്ട്. അവിടുന്ന് അവളെ മനസ്സാന്തര അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. വളരെ നാടകീയമായി അവളോട് അവൻ വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. ദൈവം നൽകുന്ന യഥാർത്ഥമായ ജീവൻ്റെ ഉറവ തൻ്റെ പക്കലാണെന്നും ആ കിണറ്റിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല എന്നും ഈശോ അവളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അവളുടെ പാപലോകത്തിൻ്റെ കഥ അവളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ യേശുനാഥൻ അവളെ നന്മയുടെ തീരത്തേക്ക് അടുപ്പിക്കുകയാണ്. കിണറ്റിൻകരയിൽ സ്വന്തം കുടമുപേക്ഷിച്ച് കടന്നു പോകുന്ന അവള് ഒരു ജനസാമാന്യത്തെ മുഴുവൻ കിണറ്റിൻകരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും അവരുടെ ആഗ്രഹപ്രകാരം 2 നാള് അവരോടൊത്ത് താമസിച്ച് യഹൂദ ജനതയെ മുഴുവനും ഈ സിക്കാറിലെ സമറിയാക്കാരായ ജനങ്ങളെ മുഴുവനും ദൈവരാജ്യത്തിൻ്റെ പന്ഥാവിലേക്ക് ആനയിച്ചിട്ട് അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ ശ്രമകരമായ ഒരു ദൗത്യം ഈശോ നിറവേറ്റുമ്പോൾ ഈ വചനഭാഗത്ത് നിന്ന് എനിക്കും നിങ്ങൾക്കും ചികഞ്ഞെടുക്കാൻ ഒരുപിടി നന്മകളുണ്ട്. ഒന്ന്, യേശുനാഥൻ തൻ്റെ ദൗത്യത്തോട് കാണിക്കുന്ന അഗാധമായ ഉത്തരവാദിത്വ ബോധം. താൻ എന്തിനാണോ ലോകത്തിലേക്ക് വന്നത് അത് കൃത്യമായി നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഈശോയുടെ പരിശ്രമം. ഒരു നിമിഷാർത്ഥം പോലും വൃഥാ ചെലവഴിക്കാനില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈശോ ആ വിശ്രമവേളയിലും ഈ സ്ത്രീയെ മാനസാന്തര അനുഭവത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ നമുക്കൊക്കെ നിറവേറ്റാൻ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. അത് സ്വർഗരാജ്യത്തിൻ്റെ വിപുലീകരണമാണ്, വചനത്തിൻ്റെ പ്രഘോഷണമാണ്, ക്രിസ്തുവിനെ പങ്കുവയ്ക്കലാണ്. അതിന് നമുക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് മറക്കാതിരിക്കാൻ ഈശോയുടെ ഈ പ്രവൃത്തി നമ്മളെ പ്രേരിപ്പിക്കണം. കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകളെല്ലാം ദൈവത്തിൻ്റെ ആലയിലേക്ക് ആനയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട് എന്ന ദൗത്യം
നമുക്ക് മറക്കാതിരിക്കാം. ആവുന്നത്ര ഉറക്കെ അവനെ പ്രഘോഷിക്കാൻ ജീവിത മാതൃകകളിലൂടെ, കർമ്മ സാക്ഷ്യത്തിലൂടെ ദൈവത്തെ ലോകത്തിന് പങ്കുവയ്ക്കു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലുണ്ട് എന്ന് മറക്കാതിരിക്കാം. അത് വൈദികർക്കോ സന്യസ്തർക്കോ മാത്രം തീരെഴുതി കൊടുത്തിട്ട് എനിക്ക് എന്തുമാകാമെന്നുള്ള ഒരു ലോകത്തിൻ്റെ ചിന്ത അത് നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ഒരു ദൈവവൈതലിൻ്റെ ലാളിത്യത്തോടെ, എളിമയോടെ അവൻ്റെ സുവിശേഷത്തിൻ്റെ പാതയിൽ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. സമറിയക്കാരി സ്ത്രീ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രതീകമാണ്. ലോകത്തിൽ പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയവൾ, ദൈവരാജ്യത്തിൻ്റെ നീതിയും ധാർമ്മികതയും ഉപേക്ഷിച്ചവൾ, പാപത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് വീണുപോയവൾ, അവൾക്കും രക്ഷയുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ രക്ഷ അകലെയല്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദൈവരാജ്യത്തിൻ്റെ പാതയിലാണോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കണം. ഈ ലോകമോഹങ്ങളുടെ മായാവിലാസങ്ങളിൽപ്പെട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയുടെ ബന്ധാവിലൂടെ നടക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കും സമറിയാക്കാരിയെ പോലെ അവൻ്റെ സമീപത്തേക്ക് എത്താൻ സാധിക്കണം. അവൾ ആഗ്രഹിച്ചോ അറിഞ്ഞോ അല്ല കിണറ്റിൻകരയിലെത്തിയത് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അവളെ കാത്തിരുന്നവനെ അവൾ കണ്ടെത്തി കിണറ്റിൻകരയിൽ. നമ്മുടെയൊക്കെ യാത്രാമധ്യത്തിൽ ഇങ്ങനെ ചില കിണറ്റിൻകരകളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അത് ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് തുറക്കുന്ന ചില വാതിലുകളാണ്. അത് ചിലപ്പോൾ വചനപ്രഘോഷകരിലൂടെയാകാം, ടി വിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു സന്ദേശത്തിലൂടെയാകാം, വാട്സപ്പിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജിലൂടെയാകാം, അതുമല്ലെങ്കിൽ വൈദികരിലൂടെയോ സന്യസ്തരിലൂടെയോ ഒക്കെ ആകാം. നന്മയുടെ തിന്മയുടെ പാതകൾ വെറുത്തുപേക്ഷിച്ച് നന്മയുടെ വഴികളിലൂടെ മുന്നേറാൻ, ദൈവരാജ്യത്തിന് പ്രഘോഷകരാകാൻ, ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് അവൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി മാറണം. സമറിയക്കാരി സ്ത്രീ കുടമുപേക്ഷിച്ചിട്ട്, കുടമെന്ന് വെച്ചാൽ നമുക്കറിയാം പാപത്തിൻ്റെ ഭാണ്ഡവ. ഈശോയുടെ അടുക്കിലേക്ക് കുതിച്ച് പാഞ്ഞെത്തിയ അന്ധയാചകൻ അവൻ്റെ പുറങ്കുപ്പായം ഉപേക്ഷിച്ച് അവൻ്റെ അടുക്കിലേക്ക് ഓടിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് നാം ശേഖരിച്ചു വച്ചിരിക്കുന്നവയൊക്കെ ഭാണ്ഡമായി, കുടമായി നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് ദൈവരാജ്യത്തിന് പ്രഘോഷകരാകാൻ നമുക്ക് സാധിക്കുക. അവൾ കിണറ്റിൻകരയിൽ നിന്ന് ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഓടിച്ചെന്നിട്ട് ഒരു പട്ടണത്തെ മുഴുവനും കിണറ്റിൻകരയിലെത്തിക്കുകയാണ്. സുവിശേഷവൽക്കരണത്തിൻ്റെ തീഷ്ണത അവളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ ആ ജനം കണ്ടു. അവരൊക്കെയും യേശുവിൻ്റെ വചനം കേൾക്കാൻ കിണറ്റിൻകരയിലെത്തുക. എന്നിട്ട് അവളോട് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇനിമേൽ നീ പറഞ്ഞതുകൊണ്ടല്ല, യഥാർത്ഥ രക്ഷകനായ ക്രിസ്തുവിനെ ഞങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു എന്ന് അവർ ഉറക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് നമ്മിലൂടെ അനേകരെ ദൈവത്തിലേക്ക് അനയിക്കാൻ പറ്റും. അതെൻ്റെ ക്രെഡിറ്റായിട്ട് കരുതാതെ ദൈവരാജ്യത്തേക്ക് അവരെ അടുപ്പിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് അവർ മാറാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കണം. സാധ്യത പോലെ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരു സമറിയാക്കാരിയുടെ റോള് പാപവഴികളിൽ നിന്ന് മടങ്ങിപ്പോകാനും മടങ്ങിയെത്താനും അവൻ്റെ കിണറ്റിൻകര നമുക്കുണ്ട് എന്ന് പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. വചനത്താൽ ദീപ്തമായ ഹൃദയവുമായി, തെറ്റുകൾ തിരിച്ചറിഞ്ഞ മാനസാന്തരത്തിൻ്റെ ഹൃദയവുമായി ജനസാമാന്യത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി അവരെ ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ, സ്വർഗരാജ്യത്തിൻ്റെ സന്താനങ്ങളാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.